Hi students, inverse trigonometric function de നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ പ്രോബ്ലംസ് പല തരത്തിലുള്ളത് ചെയ്യുകയായിരുന്നു. ഇനി നമ്മൾ വേറൊരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷൻ നടത്തുന്നത്. ആദ്യം പ്രോബ്ലത്തിലേക്ക്. ഇതിലെ ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. പ്രൂവ് ദാറ്റ് sin inverse 2x by 1 plus x square is equal to 2 tan inverse of x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. sin inverse of 2x by 1 plus x square is equal to 2 tan inverse of x എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യണമെന്ന് നോക്കിയോളൂ. ഈ ലെഫ്റ്റ് സൈഡിലെ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x by 1 plus x സ്ക്വയറിലെ ആ എക്സിന് പകരം നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ആദ്യം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. പുട്ട് x ഈക്വൽ ടു ടാൻ തീറ്റ, x ഈക്വൽ ടു ടാൻ തീറ്റ. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഉടനെ നമുക്ക് പറയാൻ പറ്റും theta equal to tan inverse of x. Whenever x equal to tan theta, that implies theta equal to tan inverse of x. ഇനി നമ്മൾ ആ LHS ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. LHS എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square. ഇതായിരുന്നു LHS. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇതെങ്ങനെയായിട്ട് മാറും? സൈൻ ഇൻവേഴ്സ് 2 into tan theta by 1 plus tan square theta. ഓക്കെ, പക്ഷേ ഈ ബ്രാക്കറ്റ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ടാണ്. കഴിഞ്ഞ വർഷം പഠിച്ചത് സൈൻ 2 തീറ്റയുടെ റിസൾട്ടാണിത്. ദാറ്റ് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ. സൈൻ 2 തീറ്റയ്ക്ക് ടാനിലുള്ളൊരു ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് രണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വെറും 2 തീറ്റ എന്ന് വരുന്നു. ഉണ്ടോ? ആ സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്യും. ഇനി എന്തായിരിക്കും അത്? 2 തീറ്റ മീൻസ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ബിക്കോസ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, ദെൻ വി വിൽ ഒബ്റ്റെയിൻ RHS. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇങ്ങനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമ്മൾ ഇതിലേക്ക് എത്തുന്നു അല്ലേ. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ടാണ് ഈ ടാൻ തീറ്റ എന്ന് കൊടുത്തത്? നമുക്ക് സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ കൊടുക്കാമായിരുന്നില്ലേ? അതിനൊരു ചെറിയൊരു ഹിന്റ് ഇതാണ്. ആൻസർ ടാൻ ഇൻവേഴ്സിലാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ടാൻ തീറ്റയുടെ ഫോർമാറ്റിലേക്ക് ആയിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം കേട്ടോ. പിന്നെ സൈൻ തീറ്റ ഒന്നും കൊടുത്തത് സിംപ്ലിഫൈ ചെയ്ത് പോകില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു അതിലൊരു നമുക്കൊരു കാര്യം പെട്ടെന്ന് ചിന്തിക്കാവുന്ന ഒരു ഐഡിയ ഇതാണ്. ആൻസർ ടാൻ ഇൻവേഴ്സിൽ ആയതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടാൻ തീറ്റ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് കോസ് ഇൻവേഴ്സ് ആണ്. പ്രൂവ് ദാറ്റ് കോസ് ഇൻവേഴ്സ് 1 minus x square by 1 plus x square, that is equal to 2 tan inverse of x. ഇത് നമ്മൾ മുമ്പ് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞതിലത്തെ പ്രോപ്പർട്ടീസ് ആണ്, അതിന്റെ പ്രൂഫാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ വീണ്ടും നോക്കിയ ടാൻ ഇൻവേഴ്സിലാണ് ആൻസർ വരേണ്ടത് അല്ലേ. അപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ടാൻ തീറ്റ എന്നായിരിക്കണം. അപ്പോൾ നോക്കി, പുട്ട് x equal to tan theta, that implies theta equal to tan inverse of x. Theta equal to tan inverse of x. ഇനി നമുക്ക് ആ LHS ലേക്ക് ഒന്ന് കിടക്കാം. LHS equal to cos inverse 1 minus x square by 1 plus x square അല്ലേ. ഇതാണ് അതിലെ എക്സിന് പകരം കൊടുത്തു നോക്കിയാൽ എന്താ കിട്ടുക? cos inverse 1 minus tan square theta by 1 plus tan square theta. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റ് അത് നമുക്കറിയാവുന്ന ഒരു ഫോർമുല കോസ് 2 തീറ്റയുടെ ഫോർമുലയാണ്. അതായത് കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റ ഉണ്ടോ? കാരണം ടാനിലുള്ള കോസ് 2 തീറ്റയുടെ ഒരു എക്സ്പ്രഷൻ ആണിത്. വീണ്ടും നോക്കിയ കോസ് ഇൻവേഴ്സും കോസും വന്നു കഴിഞ്ഞാൽ 2 തീറ്റ എന്ന് പറയാൻ ആയിട്ട് സാധിക്കും.
ഇനി what is theta? Tan inverse of x. അപ്പോൾ 2 into tan inverse of x ലെത്തി. That means that is equal to RHS. അപ്പോൾ LHS ൽ നിന്ന് RHS ലേക്ക് എത്തി. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? Once again we are applying x equal to tan theta. Thereby theta equal to tan inverse of x. Then LHS equal to this. അതിലെ x റീപ്ലേസ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ഫോർമുല, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഫോർമുല cos 2 തീറ്റയുടെ ഫോർമുലയാണ്. അത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ കോസ് ഇൻവേഴ്സും കോസും വന്നപ്പോൾ അത് 2 തീറ്റ ആയി. ആൻഡ് വി ആർ റീപ്ലേസിങ് തീറ്റ ബൈ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ അത് ആ രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സിലാണ് കേട്ടോ. ടാൻ ഇൻവേഴ്സ് 2x by 1 minus x square equal to 2 tan inverse of x. Tan inverse of 2x by 1 minus x square equal to 2 tan inverse of x. ഇവിടെ നമ്മൾ നോക്കൂ, ആൻസർ ടാൻ ഇൻവേഴ്സിലാണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത് എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുക്കുകയാണ്. പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ തീറ്റ ഈക്വൽ ടു വാട്ട്? tan inverse of x. theta equal to tan inverse of x. ഇനി നമ്മൾ ആ LHS ഒന്ന് എടുത്തെഴുതാം. LHS equal to what? tan inverse 2x by 1 minus x square, which is equal to what? tan inverse 2 tan theta by 1 minus tan square theta. ആ ബ്രാക്കറ്റ് എന്തായിരിക്കും? tan 2 തീറ്റയുടെ ഫോർമുലയാണ്. അതും കഴിഞ്ഞ വർഷം പഠിച്ചതാ. tan ഇൻവേഴ്സ് tan 2 തീറ്റയുടെ ഫോർമുലയാണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ we will obtain 2 theta and 2 into what? tan inverse of x, which is again RHS. ഉണ്ടോ? അപ്പോൾ ഈ പ്രോബ്ലത്തിൽ, ഈ കഴിഞ്ഞ 3 പ്രോബ്ലത്തിലും we are applying the same substitution. കാരണം എല്ലാത്തിലും ടാൻ ഇൻവേഴ്സ്. അപ്പോൾ അതൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ആൻസർ ടാൻ ഇൻവേഴ്സിലാണെങ്കിൽ ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. ആൻസർ സൈൻ ഇൻവേഴ്സിലാണ് വന്നേക്കെന്ന് വെച്ചാൽ സൈൻ തീറ്റ എന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. മിക്കവാറും അങ്ങനെയാണ് വരിക. ഇതിൽ ഈ 3 പ്രോബ്ലത്തിലും സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉപയോഗിച്ചാൽ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. നിങ്ങളുടെ നോട്ട്സിലെ 29th ക്വസ്റ്റ്യൻ കേട്ടോ. അത് ഒരു കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ ആണ്. നോക്കിയോളൂ. cot inverse പിന്നെ ഒരു ബ്രാക്കറ്റ്, അതിനകത്ത് √1 plus sin x, പിന്നെ പ്ലസ് √1 minus sin x whole by √1 plus sin x minus √1 minus sin x. ഉണ്ടോ? ഒരു കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ ആണ്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്തെന്ന് കാണിക്കണം? വെറും x/2ലേക്ക് എത്തണം. ഉണ്ടോ? അതായത് ഒരു മാക്സിമം സിംപ്ലിഫിക്കേഷൻ നടത്തി x/2ലേക്ക് എത്തിക്കാൻ സാധിക്കണം. അപ്പൊ അത് എങ്ങനെ സാധിക്കും എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ √1 plus sin x ഒരു ഫോർമുലയുണ്ട്. √1 plus sin x ഞാൻ ഒന്നുകൂടി എഴുതാണ്. √1 plus sin x പകരം നമുക്ക് cos x/2 plus sin x/2 എന്ന് എഴുതാം ഇതിന് പകരം. കാരണം ഇത് സ്ക്വയർ ചെയ്താൽ ഈ 1 plus sin x ലേക്ക് എത്തും കേട്ടോ. അതുപോലെ √1 minus sin x പകരം ഇത് എഴുതാൻ പറ്റും. cos x/2 minus sin x/2. ഇതെങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ ഇതൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഈ റൂട്ടിന്റെ ഉള്ളിലത്തെ 1 minus sin x കിട്ടും. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷന് പകരം ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ എന്തായിരിക്കും LHS നോക്കിയോളൂ കേട്ടോ. LHS ഈ പറഞ്ഞ കാര്യത്തിലേക്ക് ഇത് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരിക. cot inverse √1 plus sin x പകരം ഇത് കൊടുക്കുന്നു. അപ്പൊ എന്താ? cos x/2 plus sin x/2 എന്ന് വരും. ഇനി ഇതിന് പകരം ഇതാണ്. അപ്പൊ പ്ലസ് cos x/2 minus sin x/2. ഇനി ഹോൾ ബൈ ഇവിടെ വീണ്ടും cos x/2 plus sin x/2. പിന്നെ മൈനസ് ഇവിടെ cos x/2 minus sin x/2.
ഉണ്ടോ? ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. മുകളില് ഈ സൈൻ എക്സ് ബൈ ടു ക്യാൻസൽ ചെയ്യും. അപ്പൊ ഇവിടെ കോസ് എക്സ് ബൈ ടു പ്ലസ് കോസ് എക്സ് ബൈ ടു ആണ്. അപ്പൊ 2 ടൈംസ് കോസ് എക്സ് ബൈ ടു എന്ന് വരും. ഇവിടെ നമുക്ക് ഈ മൈനസ് ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയാൽ മൈനസ് കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു എന്നായിട്ട് മാറും. അതായത് ഇങ്ങനെ മൈനസ് കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു എന്നായിട്ട് അത് മാറും. അപ്പൊ നോക്കിയേ, ഇതിലെ കോസ് ക്യാൻസൽ ചെയ്ത് 2 ടൈംസ് സൈൻ എക്സ് ബൈ ടു എന്ന് വരും. അപ്പൊ ഇങ്ങനെ വരും കോട്ട് ഇൻവേഴ്സ് 2 ഇൻറ്റു കോസ് എക്സ് ബൈ ടു ബൈ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു സൈൻ എക്സ് ബൈ ടു ഉണ്ടോ? അപ്പൊ എന്താ ചെയ്യണം വെച്ചാൽ ഈ 2 ക്യാൻസൽ ചെയ്യും. ഈ 2 ആയിട്ട് ക്യാൻസൽ ചെയ്യരുത് കേട്ടോ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാണ്. അപ്പൊ നോക്കിയേ, ദിസ് ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് കോസ് എക്സ് ബൈ ടു ബൈ സൈൻ എക്സ് ബൈ ടു ഇങ്ങനെ വരിക. കോസ് എക്സ് ബൈ ടു ബൈ വാട്ട് ഈസ് കോസ് ബൈ സൈൻ? കോട്ടാണ്. അപ്പൊ ഇതെങ്ങനെ വരുന്നു? ദിസ് ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് കോട്ട് എക്സ് ബൈ ടു ഉണ്ടോ? കോട്ട് ഇൻവേഴ്സ് കോട്ട് എക്സ് ബൈ ടു ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടു ഇറ്റ്സെൽഫ് ഉണ്ടോ? അപ്പൊ നമ്മുടെ RHS ആയി ഉണ്ടോ? അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ അതിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെ ചെയ്തത്? ഈ 2 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് ഇതാണ്, റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എക്സ് ഇതാണ്. ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇത് സ്ക്വയർ ചെയ്താൽ ഈ റൂട്ടിനകത്ത് 1 പ്ലസ് സൈൻ എക്സ് കിട്ടും, ഇത് സ്ക്വയർ ചെയ്താൽ ഈ റൂട്ടിനകത്ത് 1 മൈനസ് സൈൻ എക്സ് കിട്ടും കേട്ടോ. അത് ആ രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ എക്സ് ബൈ ടുവിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Show that ഇവിടെ sin inverse 3x minus 4x cube equal to 3 into sin inverse of x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ എല്ലാം tan ഇൻവേഴ്സിലായിരുന്നു അല്ലേ? ഇത് സൈൻ ഇൻവേഴ്സിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കണം? എക്സിന് സൈൻ തീറ്റ എന്ന് കൊടുത്താൽ മതി. Put x equal to sin theta and that implies theta equal to sin inverse of x. Theta equal to sin inverse of x. അപ്പൊ അങ്ങനെ വരുമ്പോൾ നോക്കി, ഇവിടെ ആ LHS ഒന്ന് നോക്കാം. LHS equal to sin inverse 3x minus 4x cube. That is equal to sin inverse എന്താണ് 3x? 3 sin theta minus 4 sin cube theta ഉണ്ടോ? പക്ഷെ ഈ ഒരു ഫോർമുല നിങ്ങൾ കഴിഞ്ഞ വർഷം കേട്ടതാ. ഇതിന്റെ ഫോർമുലയാണ് sin 3 തീറ്റയുടെ. അപ്പൊ നോക്കി, ദിസ് ഇസ് ഈക്വൽ ടു sin ഇൻവേഴ്സ് sin 3 തീറ്റ ഉണ്ടോ? അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് വെറും 3 തീറ്റയിലേക്ക് എത്തി. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? 3 into sin inverse of x ഉണ്ടോ? That is equal to RHS. അപ്പൊ ഇവിടെ ചെയ്ത കാര്യം എന്താന്ന് നോക്കിയേ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് x equal to sin theta. അപ്പൊ ആ ഒരു ഹിന്റ് ഇവിടുന്ന് കിട്ടിയത് ആൻസർ സൈൻ ഇൻവേഴ്സിലാ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയാണ് കൊടുക്കേണ്ടതായിട്ട് വരിക കേട്ടോ. മിക്കവാറും എല്ലാ കേസിലും ആ രീതിയിലാണ് ഒരു ഹിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിന്ന് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കിട്ടുന്നു. ആൻഡ് വി ആർ സിംപ്ലിഫൈങ് LHS സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു. ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഒരു ഫോർമുലയാണ്, സൈൻ 3 തീറ്റയുടെ ഫോർമുലയാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 തീറ്റ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് വെറും 3 തീറ്റ. ആൻഡ് വാട്ട് ഈസ് തീറ്റ? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അതുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 സൈൻ ഇൻവേഴ്സ് ഓഫ് വിച്ച് ഈസ് RHS. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ആ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏകദേശം ഇതേ മോഡലിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോളൂ. കോസ് ഇൻവേഴ്സ്
4x cube minus 3x equal to 3 cos inverse of x. Cos inverse 4x cube minus 3x equal to 3 cos inverse of x എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കിയാൽ ആൻസർ കോസ് ഇൻവേഴ്സിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിന് കോസ് തീറ്റ എന്ന് കൊടുക്കാം. Put x equal to cos theta. That implies what? Theta equal to cos inverse of x. ഉണ്ടോ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തും. ഇനി ആ LHS ഒന്ന് നോക്കാം. What is LHS? Cos inverse 4x cube minus 3x. Okay? ഇനി വീണ്ടും this is equal to cos inverse 4 cos cube theta minus 3 cos theta. And what is that? അത് നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുല cos 3 തീറ്റയുടെ കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷം പഠിച്ച ആ റിസൾട്ടുകളൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നോക്കി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ what will obtain 3 theta. And what is 3 theta? 3 into cos inverse of x. And what is that? That is RHS കേട്ടോ. അപ്പോൾ ആ LHS സിംപ്ലിഫൈ ചെയ്ത് RHSലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ ഈ പ്രോബ്ലങ്ങളിലൊക്കെ ഒരു ചെറിയൊരു ഹിന്റ് നമുക്ക് പറയാവുന്നത് ആൻസർ നോക്കുക, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു ഹിന്റ് പറയാൻ പറ്റും. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ കോസ് ഇൻവേഴ്സലാണ്, അപ്പോൾ കോസ് തീറ്റ എന്ന് കൊടുത്തു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ സൈൻ ഇൻവേഴ്സ് ആയിരുന്നു, അപ്പോൾ സൈൻ തീറ്റ എന്ന് കൊടുത്തു. അതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ ടാൻ ഇൻവേഴ്സ് ആയിരുന്നു, അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് tan inverse 3x minus x cube by 1 minus 3x square equal to 3 into tan inverse of x. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് വേണം? ആൻസർ tan ഇൻവേഴ്സിലാ. അപ്പോൾ എക്സിന് പകരം tan തീറ്റ കൊടുക്കുക. Put x equal to tan theta. അതിൽ നിന്ന് കിട്ടുന്ന ഉടനെ എഴുതാവുന്ന കാര്യം തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് എക്സ് ഉണ്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും അതിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. ഇനി LHS ഒന്ന് നോക്കാം. LHS ഈക്വൽ ടു tan ഇൻവേഴ്സ്, then what is tan inverse 3x minus x cube by 1 minus 3x square which is equal to tan inverse എന്താണത്? 3 into tan theta minus tan cube theta whole by 1 minus 3 into tan square theta. 3 tan theta minus tan cube theta by 1 minus 3 tan square theta. അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ ഇത് ഏതിന്റെ ഫോർമുല? tan 3 theta ഫോർമുല. അപ്പൊ നോക്കിയേ, tan ഇൻവേഴ്സ് tan 3 theta ഉണ്ടോ? ഈ ഒരു ഫോർമുല tan 3 theta ഫോർമുല. അപ്പോൾ that is equal to 3 theta which is equal to 3 into tan inverse of x which is RHS ഉണ്ടോ. അപ്പൊ ആ രീതിയിൽ ആ പ്രോബ്ലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എക്സിന് tan തീറ്റയാണ്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തും. ഇത് നമുക്കറിയാവുന്ന tan 3 തീറ്റയുടെ ഫോർമുലയാണ്. അപ്പോൾ tan ഇൻവേഴ്സ് tan കണ്ടാൽ അത് ക്യാൻസൽ ചെയ്ത് 3 തീറ്റ വരുന്നു. ആൻഡ് വാട്ട് ഈസ് തീറ്റ? tan ഇൻവേഴ്സ് ഓഫ് എക്സ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ RHSലേക്ക് എത്തും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് ഒന്ന് കിടക്കാം. ഷോ ദാറ്റ് tan ഇൻവേഴ്സ് എന്താണ് പ്രോബ്ലം? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ പിന്നെ -1 ഹോൾ ബൈ എക്സ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു tan ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. tan ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ -1 ബൈ എക്സ്
ഈക്വൽ ടു ഹാഫ് ടാൻ ഇൻവേഴ്സ് ഓഫ്, എന്തായാലും ടാൻ ഇൻവേഴ്സിലാണ് ആൻസർ വരേണ്ടത് അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി ദ സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ ബി ടാൻ തീറ്റ. അപ്പോൾ എക്സിന് ഞാൻ ടാൻ തീറ്റ എന്ന് കൊടുക്കും. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ, ദാറ്റ് ഇംപ്ലൈസ് വാട്ട്, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഉണ്ടോ. ഇനി നമ്മൾ ആ എൽ എച്ച് എസിലേക്ക് അത് കൊടുക്കുകയാണ് കേട്ടോ. എൽ എച്ച് എസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ ബൈ എക്സ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്, ടാൻ ഇൻവേഴ്സ് ദ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഹോൾ ബൈ ടാൻ തീറ്റ. ഓക്കെ, ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ സീക് സ്ക്വയർ തീറ്റയാണ്. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ സീക് തീറ്റ എന്ന് വരും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സീക് തീറ്റ. സീക് സ്ക്വയർ തീറ്റയാണ് ഇവിടെ വരിക, റൂട്ട് എടുക്കുമ്പോൾ സീക് തീറ്റ എന്ന് വരും. മൈനസ് 1 ബൈ ടാൻ തീറ്റ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ സീക് തീറ്റനെ 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതാം, ടാൻ തീറ്റനെ സൈൻ ബൈ കോസ് തീറ്റ എന്നും എഴുതാം. അപ്പോ ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 ബൈ കോസ് തീറ്റ, അതാണ് സീക് തീറ്റ, മൈനസ് 1 ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ രണ്ട് മാറ്റങ്ങൾ വരുത്തിയത്, സീക് തീറ്റയ്ക്ക് പകരം 1 ബൈ കോസ് തീറ്റ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. മുകളിലും താഴത്തും ഒരു കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ, മുകളിലും താഴത്തും. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് തീറ്റ ക്യാൻസൽ ചെയ്ത് 1 വരും, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് തീറ്റ എന്ന് വരും. അപ്പൊ ന്യൂമറേറ്റർ എന്തായിട്ട് മാറും, 1 മൈനസ് കോസ് തീറ്റ എന്നായിട്ട് മാറും. അടിയിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ കോസ് തീറ്റ ക്യാൻസൽ ചെയ്തിട്ട് സൈൻ തീറ്റ എന്നും വരും. അതായത് ഇങ്ങനെയായിരിക്കും എന്റെ എക്സ്പ്രഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, മുകളിലെ 1 മൈനസ് കോസ് തീറ്റ എന്ന് വരും, താഴെ സൈൻ തീറ്റ എന്ന് വരും. എങ്ങനെയാ വന്നതെന്നുള്ളത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവിടെ കോസ് തീറ്റ കൊണ്ട് മുകളിലും ഇവിടെ താഴെയും മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ബൈ കോസ് തീറ്റ അല്ല, കോസ് തീറ്റ ക്യാൻസൽ ചെയ്ത് വെറും 1 ആയി, അതാണിത്. പിന്നെ ഇവിടെ 1 ആണ് ഉണ്ടായിരുന്നത്, 1നെ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് തീറ്റ. അടിയിൽ നോക്കിയാൽ സൈൻ ബൈ കോസ് ആ, അതിന് കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് പോയി, സൈൻ വന്നു ഉണ്ടോ. ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പിലേക്ക് എത്തും. Okay, this is equal to tan inverse. ഈ 1 minus cos theta ക്ക് പകരം 2 sin square theta by 2 എന്ന് എഴുതാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹോൾ ബൈ ഇവിടെ നോക്കിയേ 2 into sin theta by 2 into cos theta by 2 ഉപയോഗിക്കാം. 2 into sin theta by 2 by into cos theta by 2. ഇവിടെ ഈ 2 ക്യാൻസൽ ചെയ്ത് ഒരു സൈനും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ tan inverse of the modulus sin theta by 2 താഴെ cos theta by 2. 2 cancel ചെയ്തിട്ട് കേട്ടോ. And what is sin by cos? Tan ആണ്. അപ്പോൾ നോക്കിയാൽ that is equal to tan inverse tan theta by 2. കേട്ടോ. Tan inverse of tan theta by 2. And what is that? That is theta by 2. കേട്ടോ. theta by 2 നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 by 2 into theta എന്ന് എഴുതാം. 1 by 2 into theta. That is theta by 2. And what is theta? Tan inverse of x. So 1 by 2 into tan inverse of x ലേക്ക് അത് എത്തിച്ചേരുന്നു. That is equal to RHS. ഉണ്ടോ? അപ്പൊ ഇവിടെ ചെയ്ത കാര്യം നോക്കിയേ, ഹിന്റ് ഇവിടെ ഉണ്ട്, tan inverse ലാണ് ആൻസർ. So we have to substitute x equal to tan theta. Thereby theta equal to tan inverse of x. Then LHS is equal to this and equal to tan inverse of this expression. Here root of 1 plus tan square theta becomes sec theta. പിന്നെ minus 1 by this. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ്. ഇതിന് പകരം 1 by cos, ഇതിന് പകരം sin by cos. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടേക്ക് എത്തും. ഇതിന് 1 minus cos theta ക്ക് പകരം ഇത് കൊടുക്കുക, ഇതിന് പകരം ഈ എക്സ്പ്രഷൻ കൊടുക്കുക and simplify. Then we will obtain half tan inverse of x. അപ്പോൾ നോക്കിയോളൂ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഓൺ സിംപ്ലിഫിക്കേഷൻ വി വിൽ ഒബ്റ്റെയിൻ എ സിമ്പിൾ റിസൾട്ട്. കേട്ടോ, ആ രീതിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ, കോട്ട് ഇൻവേഴ്സ്
cot inverse 1 by root of x square minus 1. അതിലെ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യണം. അതായത് ഈ ഒരു എക്സ്പ്രഷനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യണം. ഇത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു കോട്ട് ഫംഗ്ഷൻ വന്നാലേ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഒരു കോട്ട് ഫംഗ്ഷൻ വരണമെങ്കിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്ന് നോക്കിയാൽ മതി. അതായത് ഇതിന്റെ ഉള്ളിൽ ഒരു കോട്ടാണ് വരേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എക്സിന് പകരം ഞാൻ ഒരു കൊസീക് തീറ്റ എന്ന് കൊടുക്കാന്ന് വിചാരിച്ചോ. എക്സ് ഈക്വൽ ടു കൊസീക് തീറ്റ. അതായത് പുട്ട് എക്സ് ഈക്വൽ ടു കൊസീക് തീറ്റ എന്ന് കൊടുത്താൽ thereby തീറ്റ ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സ്. അത് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ കൊസീക് തീറ്റ കൊടുത്തത് നോക്കി. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈസ് കോട്ട് സ്ക്വയർ തീറ്റ അല്ലേ? അപ്പൊ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് കൊടുത്താൽ എന്താണ്ടാവുക? റൂട്ട് എടുക്കുമ്പോൾ 1 by tan തീറ്റ കോട്ട് തീറ്റ എന്ന് വരും. ആൻഡ് വാട്ട് ഈസ് 1 by കോട്ട് തീറ്റ? ടാൻ തീറ്റ. പക്ഷെ അപ്പോഴും ടാൻ തീറ്റ വന്നേക്കുന്നത് അല്ലേ? അപ്പോ നമുക്ക് എന്നാലും കുഴപ്പമില്ല. നോക്കിയോളൂ. കോട്ട് ഇൻവേഴ്സ് 1 by root of x square minus 1 that is equal to cot inverse 1 by root of cosec square theta minus 1 and that is equal to cot inverse 1 by root of either cosec square theta minus 1 എന്നുള്ളത് cot square theta എന്ന് എഴുതിക്കുന്നു. ഇവിടെ cot inverse equal to 1 by cot theta. ഈ 1 by cot theta എന്താണ്? cot inverse tan theta ആണ്. പക്ഷേ കോട്ട് ഇൻവേഴ്സിന്റെ ഉള്ളിൽ ടാൻ വന്നാൽ സിംപ്ലിഫിക്കാൻ ബുദ്ധിമുട്ടാണ്. കോട്ട് തന്നെ വരണം. പക്ഷെ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഇതിന് പകരം കോട്ട് പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് കൊടുക്കുകയാണ്. കോംപ്ലിമെന്ററി ആംഗിൾ പ്രോപ്പർട്ടി. ടാനിന് പകരം കോട്ട് 90 മൈനസ് തീറ്റ. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഒബ്റ്റെയിൻ പൈ ബൈ 2 മൈനസ് തീറ്റ. കണ്ടോ? അപ്പോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പൈ ബൈ 2 മൈനസ്. പക്ഷെ ഇങ്ങനെ ഇത് തീറ്റയിലെ ആൻസർ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. തീറ്റയ്ക്ക് പകരം എന്താ? കൊസീക് ഇൻവേഴ്സ് കൊടുക്കണം. അപ്പോ ദിസ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിലേക്ക് എത്തുന്നു പൈ ബൈ 2 മൈനസ് കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇനി ഇത് തന്നെ വേറെ രീതിയിൽ ഇതിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കൊസീക് തീറ്റ കൊടുത്തതിന് പകരം ഒരു സീക് തീറ്റ കൊടുത്തു എന്ന് വിചാരിച്ചു. സീക് തീറ്റ കൊടുത്തേക്കാണ്. ഞാൻ നേരത്തെ കൊസീക് തീറ്റ കൊടുത്തത്. ഞാൻ സീക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ വാറ്റ് ഈസ് തീറ്റ? സീക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നായിട്ട് മാറും കേട്ടോ. വേറെ രീതിയിൽ ചെയ്യാം. അപ്പൊ ഇവിടെ സിംപ്ലിഫിക്കേഷൻ വരുമ്പോൾ എന്താ വരിക? ഇവിടെ സീക് സ്ക്വയർ തീറ്റ എന്ന് വരിക അല്ലെ? സീക് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇനി നോക്കിയേ, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്താ? അത് ടാൻ സ്ക്വയർ തീറ്റയാണ്. ഉണ്ടോ? അത് റൂട്ട് എടുത്ത് കഴിയുമ്പോൾ 1 by tan തീറ്റ എന്ന് വരും. ഉണ്ടോ? 1 by tan തീറ്റ. ആൻഡ് വാട്ട് ഈസ് 1 by tan തീറ്റ? അത് കോട്ട് തീറ്റയാണ്. ഉണ്ടോ? ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് കോട്ട് തീറ്റ വന്നു. പക്ഷെ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചത്? സീക് തീറ്റ. അപ്പൊ നോക്കിയേ, ഈ കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു സീക് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഉണ്ടോ? അതായത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ആൻസർ സീക് ഇൻവേഴ്സിലേക്കാണ്. നേരത്തെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു? കൊസീക് തീറ്റ എന്നാ കൊടുത്തത് അല്ലേ? അപ്പൊ കൊടുത്തപ്പോ നമുക്ക് എന്താ കിട്ടിയ ആൻസർ? പൈ ബൈ 2 മൈനസ് കൊസീക്. അതായത് ഒരേ എക്സ്പ്രഷൻ തന്നെ സിംപ്ലിഫൈ രണ്ട് ആൻസർ വരുന്നു അല്ലേ? ഇവിടെ കൊസീക് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയപ്പോൾ ഇതാണ് കിട്ടിയത്. സീക് തീറ്റ എന്ന് കൊടുത്തപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പൊ രണ്ട് സിംപ്ലിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും സെയിം ആണ്. കാരണം നമുക്കറിയാം, നോക്കിയേ, സീക് ഇൻവേഴ്സ് ഓഫ് എക്സും കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സും ആഡ് ചെയ്താൽ പൈ ബൈ 2 ആണ്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുല അല്ലേ? ഇതിൽ ഈ കൊസീക് ഇൻവേഴ്സ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. സീക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സ്. കേട്ടോ? അപ്പൊ ഇത് രണ്ടും സെയിം തന്നെയാണ്. രണ്ട് രീതിയിൽ ചെയ്യുന്നു മാത്രം കേട്ടോ. അപ്പോ രണ്ടാമത്തെ രീതി ആകുമ്പോൾ കുറെ കൂടി കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടി എന്നുള്ളതാണ്. മറ്റേ രീതിയിൽ ചെയ്തുകൊണ്ടൊന്നും കുഴപ്പമില്ല. ആൻസർ ഒക്കെ കറക്റ്റ് തന്നെയാണ്. രണ്ട് രീതിയിൽ വന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട്